ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു പായസം കേട്ടോ. സേമിയ ഇഷ്ടമുള്ളവർക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പായസം കേട്ടോ. ഇതൊന്ന് കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. ഞാനിവിടെ പായസം തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി അതൊന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പും അതേപോലെ കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് 3 പേർക്കുള്ള പായസത്തിനുള്ള അളവാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ആ സാധനങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ് കേട്ടോ. ആരെങ്കിലും പുറത്തുനിന്ന് ഗസ്റ്റ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് അവർ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിവിടെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കോരി മാറ്റാം. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കോരി മാറ്റിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ 1 കപ്പ് അളവിലുള്ള സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ഡാർക്ക് ബ്രൗൺ നിറം ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ സേമിയ ഇങ്ങനെ നെയ്ക്കകത്ത് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ പായസത്തിന്. അതേപോലെ തന്നെ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇത് വെന്തുടഞ്ഞ് പോകത്തില്ല. കുഴഞ്ഞ് ചില സമയത്ത് നമുക്ക് മാവ് പരുവത്തിലൊക്കെ ആയി പോകത്തില്ലേ സേമിയ വേവിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ആവത്തില്ല കേട്ടോ. നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് സേമിയ പായസം കിട്ടും. ഇപ്പോൾ സേമിയ നല്ല ബ്രൗൺ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഈ പാത്രം മാറ്റുന്നില്ല, ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ പായസം തയ്യാറാക്കുന്നത്. നമ്മൾ ഒരുപാട് പാത്രം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ മെനക്കെട്ട് കഴിയണ്ട. അതോർത്തിട്ടാണ് ഞാൻ ഈ ഒരൊറ്റ പാത്രത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അപ്പം 3 ഗ്ലാസ് അളവിനുള്ള 3 ഗ്ലാസ് അളവിനുള്ള സേമിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയാണ് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്തേക്കുന്നത്. അപ്പം മധുരം ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം മാത്രം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതേപോലെ നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കാതിരിക്കുക കേട്ടോ. നന്നായിട്ട് മെൽറ്റ് ആയി വന്നതിന് ശേഷം മാത്രമേ സ്പൂൺ ഇട്ട് ഇളക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് പഞ്ചസാര കട്ട പിടിച്ച് അവിടെ ഇവിടെ ആയിട്ട് കിടക്കും. അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് സ്പൂൺ ഇട്ട് ഇളക്കിയാൽ മതി. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നമുക്ക് സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരല്പം ഡാർക്ക് ഷെയ്ഡിലോട്ട് വരണം കേട്ടോ. ഈ പഞ്ചസാര ലൈന് ഒന്ന് ഡാർക്ക് ഷെയ്ഡിലോട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പം 3 പേർക്കുള്ള പായസമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ അളവിനുള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ പാലൊഴിക്കുമ്പോൾ തന്നെ കാരമലൈസ് ചെയ്ത പഞ്ചസാര കട്ടിയാവും കേട്ടോ. പക്ഷേ പാൽ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതങ്ങ് മെൽറ്റ് ആയിക്കോളും. നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. പാൽ നന്നായിട്ട് ചൂടായി ആ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി സേമിയ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർക്കുമ്പം നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടും നമ്മുടെ പായസത്തിന്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പായസം ഒരുപാട് കുറുകിയിരിക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഒരുപാട് അങ്ങ് വെള്ളമാക്കരുത്. വെള്ളമാക്കി കഴിഞ്ഞാൽ പായസത്തിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് അല്പം മാത്രം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2-3 ഏലക്ക ഒന്ന് ചതച്ചതല്ല, ജസ്റ്റ് ഒന്ന് തൊലി ഒന്ന് പൊട്ടിച്ചതന്നേ ഉള്ളൂ കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുവും എല്ലാം അതിനകത്ത് തന്നെ ഇരുന്നോളും. അതിൻ്റെ ഫ്ലേവർ പായസത്തിനകത്ത് കിട്ടുകയും ചെയ്യും. അതേപോലെ കുരു നമുക്ക് അങ്ങനെ വായിൽ കടിക്കാനും കിട്ടത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അരത്തൊലി മാത്രം ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇരിക്കും തോറും കുറുകി വരും കേട്ടോ. കുറുകി വരുമ്പോൾ നമുക്ക് പാലും വെള്ളം തിളപ്പിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം മധുരം വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.